ഹലോ ഗെയ്സ്, അസ്സാം വലൈക്കും. ഇസ്മി അലീന. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കിൻ ടൈപ്പിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്സിലെ ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് മാറി ഒന്ന് സ്കിൻ ഒന്ന് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട്, ഒരു സ്കിൻ ലൈറ്റൻ ആവാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാക്ക് പറയുമോ എന്ന് ചോദിച്ചിട്ട് ഒരു കുട്ടി നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് പറയണം, നമുക്ക് വീട്ടിലേക്ക് വേണ്ട വളരെ സുലഭമായ മൂന്നേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ അലോവേറ ജെല്ലാണ്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞളാണ്, ഹൽദി പൗഡറാണ്. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ്. ഈ നാരങ്ങ ആരും നോക്കണ്ട കേട്ടോ, ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഈ ഒരു മഞ്ഞൾപ്പൊടി നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, കറിമഞ്ഞളോ അല്ലെങ്കിൽ നമുക്ക് പച്ചമഞ്ഞളോ കസ്തൂരി മഞ്ഞൾ ഏത് വേണമെങ്കിലും. നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു റെമഡി ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം മിക്കവർക്കും മഞ്ഞളും നാരങ്ങ നീരൊക്കെ അലർജിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാം. ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളിലേക്ക് നാരങ്ങ പകുതി, ഹാഫ് ലെമൺ ഒഴിക്കുക. അതിലേക്ക് 2 പമ്പ് അലോവേര ജെല്ല് ഒഴിക്കുക, മിക്സ് ചെയ്യുക, തേക്കുക. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കുക, നല്ല രീതിക്ക് ഇത് മിക്സ് ചെയ്യുക. അപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ ഒരു ലെമൺ ജ്യൂസ് എടുത്ത ആ ഒരു തോടുണ്ടല്ലോ, ആ തോടിലേക്ക് വേണം ഇത് ഡിപ്പ് ചെയ്യാനായിട്ട്. ഇത് വെച്ചിട്ട് വേണം ഇത് നമ്മൾ എന്ത് ചെയ്യുക, മിക്സ് ചെയ്യാനായിട്ട്. ഇത് ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്കാക്കി ഇത് വേണം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ മാക്സിമം ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അലർജി കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം തേക്കുക. ഞാൻ എടുത്ത് പറയുകയാണ്, എല്ലാ വീഡിയോസിലും പറയാനുണ്ട് എങ്കിലും ഞാൻ എടുത്ത് പറയുകയാണ്. കാരണം ചില ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ ഒരാൾക്ക് വർക്കായെന്ന് വരാം, മറ്റുള്ളവർക്ക് വർക്കായില്ലെന്ന് വരാം. എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ, സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ കൂടുതൽ നാരങ്ങ നീരൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അവർക്ക് നീറ്റലും പുകച്ചിലും പിന്നെ പറ്റായികയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ്. എന്തായിരുന്നാലും നല്ലൊരു റെമഡിയാണ്. നിങ്ങളൊരു 20 മിനിറ്റ്സ് ഇത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്കത് ഒരു ഇളം ചൂടുവെള്ളത്തിൽ നിങ്ങൾ വാഷ് ഓഫ് ചെയ്ത് കളയുക. നല്ലൊരു റെമഡിയാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. കൂടെ നമ്മൾ ഈ പീരീഡ്സ് മെൻസസ് ഒക്കെ ആയ ഒരു ടൈമിലൊക്കെ നമുക്ക് ഒരു ഡൾനെസ്, ഒരു സ്മെല്ല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ അതൊക്കെ മെൻസസിൻ്റെയൊക്കെ ടൈം കഴിഞ്ഞിട്ട് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. ആ ഒരു സ്മെല്ലും ഡൾനെസ്സൊക്കെ പോകാൻ വളരെ നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ബൈ.